നമസ്കാരം. ഗാസ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് ഒരു സൈനിക ക്യാമ്പിന് നേർക്ക് ഹമാസ് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 4 ഇസ്രായേലി ഭടന്മാർ കൊല്ലപ്പെട്ടു. ഇതിൽ 3 പേരുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നാലാമൻ്റെ പേരും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഉടൻ പുറത്തുവിടും എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുള്ളത്. ഈ മേഖലയിലുള്ള ഇസ്രായേൽ സൈനിക ക്യാമ്പിന് നേർക്കാണ് ഇന്നലെ അതിശക്തമായ തോതിലുള്ള ആക്രമണം ഹമാസ് തീവ്രവാദികൾ നടത്തിയത്. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തേക്ക് പോകാനായി തയ്യാറെടുത്ത് നിൽക്കുന്ന സൈനികർക്ക് നേരെയാണ് ഇവർ ആക്രമണം നടത്തിയത്. സൈനികർ ഒരു ടാങ്കിൽ ഇരിക്കുകയായിരുന്നു. ഈ സമയത്താണ് പെട്ടെന്ന് തോക്കുധാരികളായ ഹമാസ് തീവ്രവാദികളെത്തി അവർക്ക് നേരെ വെടിവെക്കുന്നത്. 4 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. ഇതിലൊരാൾ കമാൻഡറാണ് എന്നാണ് പറയപ്പെടുന്നത്. ബാക്കി 3 പേരും സർജൻറ്റുമാരാണ്, ചെറുപ്പക്കാരായ സൈനികരായിരുന്നു കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കുന്നതിനായി ഇസ്രായേൽ ശക്തമായ തോതിലുള്ള കരയാക്രമണം നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ പൂർണ്ണമായ രൂപത്തിലുള്ള ആക്രമണം ദിവസങ്ങൾ തന്നെ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ താമസിക്കുന്ന ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതല്ലെങ്കിൽ വലിയ തോതിലുള്ള ആൾനാശം അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹമാസ് തീവ്രവാദികൾ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുന്നത്. ഹമാസിനെ പൂർണ്ണമായും ഏതാണ്ട് ഇല്ലാതാക്കി എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിലും ഇപ്പോഴും ഈ തീവ്രവാദ സംഘടന ഈ മേഖലയിൽ സജീവമാണെന്ന് തന്നെ കരുതേണ്ടി വരും. സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയ ഹമാസ് തീവ്രവാദികളെയും 2 പേരെ വധിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. ഒരു സൈനികന് കാലിൽ വെടിയേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഹമാസിൻ്റെ ഭീകര ഗോപുരങ്ങൾ തങ്ങൾ തകർത്ത് തള്ളിയെന്നാണ്. 50-ലധികം ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ തകർത്തുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗാസയിലെ ഉയരമുള്ള നിരവധി കെട്ടിടങ്ങൾ കയ്യേറിയ ഹമാസ് തീവ്രവാദികൾ അതിനുള്ളിൽ ഒളിച്ചിരുന്നു കൊണ്ടാണ് ഇസ്രായേൽ സൈന്യത്തിന് നേർക്ക് വെടിവെപ്പ് നടത്തുകയും മറ്റും ചെയ്തുകൊണ്ടിരുന്നത്. അത്തരത്തിലുള്ള നിരവധി കെട്ടിടങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണത്തിലൂടെ തകർത്ത് തരിപ്പണമാക്കിയത്. നിരവധി ഹമാസ് തീവ്രവാദികൾ ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്നുണ്ട്. ഹമാസ് വലിയ തോതിലുള്ള ആയുധ സംഭരണവും മറ്റും നടത്തിയിരുന്നത് ഈ കെട്ടിടങ്ങൾക്കുള്ളിലാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും ഈ 4 സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് സുരക്ഷാ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്ന കാര്യവും അവർ അന്വേഷിക്കുന്നുണ്ട്. മരിച്ച ഇസ്രായേൽ സൈനികരുടെ മൃതദേഹങ്ങൾ അവരുടെ നാട്ടിലേക്ക് തന്നെ എത്തിച്ച് പൂർണ്ണ സൈനിക ബഹുമതികളോടുകൂടി തന്നെയായിരിക്കും സംസ്കാരം നടത്തുക. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആകട്ടെ വളരെ കർശനമായ നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്ത് വില കൊടുത്തും ഗാസ നഗരം പൂർണ്ണമായും പിടിച്ചെടുക്കുക, അതിനുവേണ്ടി എല്ലാ തന്ത്രങ്ങളും പ്രയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചിട്ടുള്ള നയം. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ ബ്രിട്ടനും ഫ്രാൻസും പോലെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഇക്കാര്യത്തിൽ പൂർണ്ണമായും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നില്ല. അവർ പറയുന്നത് ഇത് ശരിയായ നടപടിയല്ല എന്ന്. ഈ രീതികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തങ്ങൾ ഫലസ്തീൻ രാഷ്ട്രമെന്ന ആ ഒരു വാദത്തെ പൂർണ്ണമായും അംഗീകരിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ അതേസമയം ഹമാസ് തീവ്രവാദികൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെ അന്താരാഷ്ട്ര വേദികളിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാനാണ് ഇസ്രായേൽ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ തീവ്രവാദ സംഘടനകൾക്കോ അതല്ലെങ്കിൽ ഇവരെ സഹായിക്കുന്ന ഇറാനോ കീഴടങ്ങുന്ന പ്രശ്നമില്ല എന്ന ശക്തമായ നിലപാട് തന്നെയാണ് നെതന്യാഹു അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ സ്വീകരിച്ചിട്ടുള്ളത്. ഗാസയിൽ ഒരു വലിയ കൊടുങ്കാറ്റ് വീശുമെന്നും അതിൽ ഹമാസിൻ്റെ ഗോപുരങ്ങൾ തകർന്നു വീഴുമെന്നുമാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും ഈ തീവ്രവാദി ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെട്ടതിന് തൊട്ട് പിന്നാലെയാണ് ജെറുസലേമിൽ കഴിഞ്ഞ ദിവസം ഒരു ബസ് സ്റ്റോപ്പിലും ബസ്സിലും ഉണ്ടായിരുന്ന യാത്രക്കാർക്ക് നേരെ വെടിവെപ്പ് നടന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇസ്രായേലിനെ ഒരുപക്ഷെ തങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അവസാന പോരാട്ടത്തിന് ഹമാസ് തീവ്രവാദികൾ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായും സംശയിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ആക്രമണങ്ങളൊക്കെ തന്നെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്.